من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, സൂറ നിസായിലെ 17-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തൗബയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഭാഗമാണ്. ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല. നിശ്ചയമായും പശ്ചാത്താപം സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ബാധ്യതയായി അവൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തൗബ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബാധ്യതയായി അവൻ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ്. വിശുദ്ധ ഖുർആനിൽ തൗബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറബി ഭാഷയിലെ പദപ്രയോഗങ്ങൾ ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തേത് താബ അല എന്നാണ്. താബക്ക് ശേഷം അല എന്ന് വന്നാൽ പശ്ചാത്താപം സ്വീകരിക്കുകയാണ്. അതാരായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല. താബക്ക് ശേഷം ഇല വന്നാലോ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. അതാരായിരിക്കും? അള്ളാഹുവിൻ്റെ അടിമകളായ മനുഷ്യന്മാരായിരിക്കും. അപ്പോൾ താബ അല എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നമ്മുടെ തൗബ സ്വീകരിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ബാധ്യതയാണെന്ത്? താബ അല. നമ്മുടെ ബാധ്യതയാണെന്ത്? താബ ഇല. അപ്പോൾ അറബിയിലുള്ള പ്രയോഗത്തിലെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. രണ്ട് സ്ഥലങ്ങളിലും താബയായിരിക്കും കാണുക. താബ അല അള്ളാഹു തൗബ സ്വീകരിച്ചു, താബ ഇല നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങി. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ. അവിടെ ഇല്ല എന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടാവില്ല. അത് നമ്മളോട് കൽപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചു മടങ്ങുവിൻ. തൗബ നസൂഹ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ പശ്ചാത്താപം. അതുപോലെ തന്നെ തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുൽ മുഅ്മിനൂൻ എന്ന് പറയുന്നുണ്ട്.
തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ നിങ്ങൾ ഒന്നടങ്കം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് അനുദപിച്ചു മടങ്ങുവിൻ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകളായി നിർദ്ദേശങ്ങളായി നമുക്ക് ഖുർആൻ നിങ്ങൾ കാണാൻ കഴിയും. ഇവിടെ നോക്കൂ, ഈ ആയത്ത് ഇന്നമത്തൗബതു അലല്ലാഹ്, നിശ്ചയമായും പശ്ചാത്താപം തൗബ എന്നുള്ളത് അത് സ്വീകരിക്കുക. അലല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ബാധ്യതയായി അവൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആർക്കാണ്, ആരുടെ തൗബയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്? ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല, ജഹാലത്ത് മുഖേന, സൂ എന്ന് പറഞ്ഞാൽ തിന്മ, തെറ്റ്. അപ്പോൾ അജ്ഞത നിമിത്തം അറിവുകേട് കൊണ്ട് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം സ്വീകരിക്കുക എന്നുള്ളത് അവൻ്റെ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അറിവുകേട് നിമിത്തം തിന്മ ചെയ്യുക, എന്നിട്ടോ സുമ്മ യതൂബൂന മിൻ ഖരീബ്, വൈകാതെ തന്നെ അവർ എന്ത് ചെയ്യുന്നു? ആ പറ്റിപ്പോയ തെറ്റിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ വിവരക്കേട് നിമിത്തം തിന്മ ചെയ്യുകയും തിന്മ ചെയ്ത ഉടനെ തന്നെ മിൻ ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ. അപ്പോൾ വൈകാതെ തെറ്റി പറ്റിപ്പോയാൽ തന്നെ മനുഷ്യൻ്റെ മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാകും. മനസ്സാക്ഷിക്കുത്ത് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അല്ലേ? മനസ്സാക്ഷിക്കുത്ത് ഉണ്ടാവും മനുഷ്യന്. ആ സന്ദർഭത്തിൽ തന്നെ അവൻ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഫഉലൈക്, അപ്പോൾ അത്തരക്കാരായ ആളുകൾക്ക് യതൂബുല്ലാഹു അലൈഹിം, യതൂബുല്ലാഹു അലൈഹിം, അല വന്നു അല്ലേ? യതൂബുല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാകുന്നു. വകാന അല്ലാഹു അലീമൻ ഹകീമാ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളവനും യുക്തിമാനുമാകുന്നു എന്നാണ് ഈ ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അപ്പോൾ മനുഷ്യരായ നമ്മൾ എന്തായാലും മനുഷ്യ സഹജമായ പാപങ്ങൾ നമ്മളിലുണ്ടാകും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ബനി ആദമ ഖത്താഊൻ. ആദം നബി അലൈഹി സ്വലാമിയുടെ മക്കൾ എന്ന് പറഞ്ഞിട്ടാണ്. ആദം നബി അലൈഹി സ്വലാം എന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റ് ചെയ്തിട്ടുണ്ട്. ആദിപാപം എന്ന് നമ്മൾ പറയുന്ന അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയെ ധിക്കരിച്ചു ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് ചെയ്തു? ഖേദിച്ചു. അത് പറ്റിപ്പോയി റബ്ബേ എന്ന അനുതാപമുണ്ടായി. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. റബ്ബന എന്താണായിരുന്നു അവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന ഖുർആനിൽ പറയുന്നുണ്ട്. റബ്ബന ലലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അപ്പോൾ ശരിക്കും ഈ പ്രാർത്ഥനാ വാക്ക് പോലും അള്ളാഹുവിൽ നിന്ന് ഏറ്റെടുത്തതാണ്. അതാണ് ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്ത്. തലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ. ഈ പ്രാർത്ഥിക്കാനുള്ള വചനങ്ങൾ പോലും പ്രാർത്ഥനകൾ പോലും ആദം അലൈഹിസ്സലാം തൻ്റെ റബ്ബിൽ നിന്ന് ഏറ്റെടുത്തു. ഫതാബ അലൈഹി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചു. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. സൂറ ബഖറ പഠിച്ചപ്പോൾ നമ്മൾ വിശദമായി മനസ്സിലാക്കിയതാണ്. അങ്ങനെയാണ് റബ്ബന ലലംന, ആ കലിമാത്തുകളാണ്. റബ്ബന ലലംന അൻഫുസന, അല്ലാഹുവേ ഞങ്ങളുടെ നഫ്സിനോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ്. ശരിക്കൊരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ അയാൾ ആരോടാണ് ദുൽമ് ചെയ്യുന്നത്? സ്വന്തം നഫ്സിനോട് ദുൽമ് ചെയ്യാം. കാരണം ഈ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് അവനാണ്, അവൻ്റെ ശരീരമാണ്, അവൻ്റെ മനസ്സാണ്. ശിക്ഷ രണ്ട് വിധം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. എന്ത്? ഒന്ന് അദാബുൻ ജിസ്മാനിയുണ്ട്, അദാബുൻ റൂഹാനിയുണ്ട്. നമ്മൾ ആ മനസ്സിനുണ്ട് എന്ത്? ശരിക്ക് പീഡനം, ശിക്ഷ. ശരീരത്തിന് എന്തുണ്ട്? പീഡനമുണ്ട്. ദുനിയാവിലും ഒരാൾ നന്നായിട്ട് തെറി അഭിഷേകം ചെയ്യുകയാണെങ്കിൽ, അല്ലേ, ഒറ്റപ്പെടുത്തി അയാൾക്ക് സഹിക്കാൻ കഴിയാത്തതെന്ന് പറയുകയാണെങ്കിൽ അയാൾ ശരീരത്തിനാ വേദന ഉണ്ടാകുക. എവിടെ വേദന ഉണ്ടാകുക? മനസ്സിനാവും. അങ്ങനെ പലതും ഉണ്ടാകും.
അപ്പോൾ ഈ രണ്ട് അദാബും അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി, അതാണ് കുല്ലു ബനി ആദമ ഖത്താഊൻ, മനുഷ്യർ പാപം ചെയ്യുന്നവരാണ്. വ ഖൈറുൽ ഖത്താഈന തവ്വാബൂന, ഈ തെറ്റ് പറ്റിപ്പോകുന്നവരിൽ ഉത്തമന്മാർ ആരാണെന്നോ അള്ളാഹുവിലേക്ക് പറ്റിയ തെറ്റ് അത് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിന് എന്നോട് ഖേദിച്ച് മടങ്ങുന്ന ആളുകളാകുന്നു എന്നാണ് ഇവിടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് അതിന് നമുക്ക് മാതൃക കാണിച്ചു തന്നത്. എന്തിന്? തെറ്റ് ചെയ്യാനുള്ള മാതൃകയല്ല, പിന്നെയോ തൗബ ചെയ്ത് മടങ്ങാനുള്ള മാതൃക. ലലംനാ അൻഫുസന, ഞങ്ങളോട് തന്നെ ആത്മദ്രോഹം ചെയ്തിരിക്കുന്നു, നമ്മൾ ആത്മദ്രോഹികളാണ് നമ്മൾ പറയാണ്. എന്നിട്ട് വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും റബ്ബേ. അപ്പോൾ എപ്പോഴും തെറ്റിങ്ങനെ അറിയാതെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ചെറുതും വലുതും വലിയ തെറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ നല്ലോണം കാത്തു സൂക്ഷിക്കണം, അല്ലേ? സബുൽ മൂബിഖാത്ത് നമ്മൾ പറഞ്ഞല്ലോ. എന്നാലും മനുഷ്യ സഹജമായ സ്ഖലിതങ്ങൾ, വീഴ്ചകൾ വാക്കിലുണ്ടാകും, നോക്കിലുണ്ടാകും, നമ്മുടെ പ്രവൃത്തികളിലുണ്ടാകും, നമ്മുടെ ഇടപാടുകളിലുണ്ടാകും, നമ്മുടെ സമീപനങ്ങളിലുണ്ടാകും. എവിടെയൊക്കെ ഇങ്ങനെ എത്ര കരുതിയാലൊക്കെ വീഴ്ചകൾ പറ്റും. ആരിൽ നിന്ന്? മനുഷ്യന്മാരിൽ നിന്ന്. ആരൊക്കെയായിട്ടാണ് നമ്മൾ ഇടപഴകുന്നത്? നമ്മൾ നമ്മുടെ മാതാപിതാക്കളുമായി ഇടപഴകുന്നു, നമ്മുടെ ജീവിത പങ്കാളികളുമായി നമ്മൾ ഇടപഴകുന്നു, നമ്മുടെ സഹപ്രവർത്തകരുമായി നമ്മൾ ഇടപഴകുന്നു, നമ്മുടെ അയൽപക്കക്കാരുമായി, നമ്മുടെ നാട്ടുകാരുമായി, സർവോപരി എല്ലാ മനുഷ്യരും പൊതുജനങ്ങളുമായി നമ്മൾ ഇടപെടുന്നു. ഇന്ന് നേരം വെളുത്തിട്ട് എത്ര ആൾക്കാരെ നമ്മൾ കാണാൻ ആലോചിച്ച് നോക്കും. വൈകുന്നേരം വരെ എണ്ണീട്ടുണ്ട് നമ്മൾ. ഒരു ദിവസം നമ്മൾ നേരം വെളുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ആണുങ്ങൾ, പുരുഷന്മാർ നമ്മൾ കുറേ അധികം കാണും. സ്ത്രീകൾക്ക് അവരുടെ ഒരു പരിമിതി ഉണ്ടാവും. എത്ര ആളുകളെയാണ് നമ്മൾ കാണുന്നത്? അവരുമായുള്ള നമ്മുടെ ബിഹേവിയർ, നമ്മുടെ അഭിഭാവങ്ങളെ, നമ്മുടെ പെരുമാറ്റങ്ങളെ, നമ്മുടെ സംസാരങ്ങളെ, അവരെ നമ്മൾ എങ്ങനെയൊക്കെ പരിഗണിക്കുന്നു. ആരെങ്കിലും അവഗണിച്ചു പോകുന്നുണ്ടോ? ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ തിരക്കിൽ കാണാതെ പോകുന്നുണ്ടോ? കാണേണ്ടവരെ നമ്മൾ കാണാതെ പോകുന്നുണ്ടോ? ഇതൊക്കെ പറ്റിപ്പോകും മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന്. തിരക്കായിരുന്നു, ബിസിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നോക്കൂ, ഇതൊക്കെ ശരിക്ക് ഒരു വീഴ്ചയായി പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പാപങ്ങളായിരിക്കും, വീഴ്ചകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് 5 നേരത്തെ നമസ്കാരത്തിൻ്റെ സമാപനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിർബന്ധമായിട്ടാണ് 5 വക്ത്. പിന്നെ സുന്നത്തായി ഒക്കെ നമ്മൾ നിസ്കരിക്കുന്നല്ലേ. എൻ്റെ അവസാനത്തെ പ്രാർത്ഥനയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി, എൻ്റെ റബ്ബേ, ഞാൻ എന്നോട് ദുൽമ ചെയ്തിട്ടുണ്ട്. എത്രയാണ് ചെയ്തതെന്നോ? ദുൽമൻ കസീറ, ധാരാളം അതിക്രമങ്ങൾ ഞാൻ എന്നോട് തന്നെ ചെയ്തിട്ടുണ്ട്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, ഈ പാപങ്ങളൊന്നും നീയല്ലാതെ മറ്റാരും പുറത്തു തരികയില്ല റബ്ബേ. അതിനാൽ ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണമേ. എന്തായിരിക്കണം ഇത്? മഗ്ഫിറത്തൻ മിൻ ഇൻദിക, നിന്റെ അരികിൽ നിന്നുള്ള മഗ്ഫിറത്ത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പാപവിമുക്തി, പാപമോചനം. മഗ്ഫിറത്ത് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ തേടണം. മരിച്ചതിന് ശേഷം വേറെല്ലോൽ തേടിക്കോട്ടെ, കേട്ടോ. അതിനു മുമ്പ് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധിയാക്കണം. മരിച്ച ഒരാൾക്ക് വേണ്ടി നമ്മൾ ഏറ്റവും ഷോർട്ടായി ദുആ ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലാഹുവേ, അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകണമെന്നാണ്. നമ്മൾ വിചാരിച്ച മരിച്ചോൽക്കുള്ള ദുആ ആണെന്ന്. സ്പെഷ്യൽ ദുആ അങ്ങനെ ഉണ്ടാവുക. നമുക്കും കൂടിയുള്ളതാണത്. നമ്മളെപ്പം പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി? നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിരിക്കുമോ ഹൃദയംഗമമാകുക? അതല്ല നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാകുമോ? ഏതായിരിക്കും കുറച്ച്? മറ്റുള്ളവരൊക്കെ നമ്മുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും? അത് നിഷ്കളങ്കവും ഹൃദയംഗമവുമായി തീരും. അപ്പോൾ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. മഗ്ഫിറത്തൻ മിൻ ഇൻദിക. പിന്നെന്താ പറയുന്നത്?
വർഹംനി, കരുണ. അത് മർഹമത്താണ്. എനിക്ക് കാരുണ്യം ചൊരിയണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ശരിക്ക് ഇതാണ് അൽ ഇസ്തിഗ്ഫാർ വ തൗബ. തൗബയിൽ എന്തുണ്ട് ശരിക്ക്? തൗബ എന്നുള്ളത് ശരിക്കെന്താണ്? ഇസ്തിഗ്ഫാറാണ്. അതാണ് ആദം അലൈഹിസ്സലാമിൻ്റെയും ഹവ്വാ ബീവിയുടെയും പ്രാർത്ഥനയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പശ്ചാത്തപിച്ചു മടങ്ങി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ മടക്കം? പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്? തൗബ ചെയ്യേണ്ടത്. അതായത് രണ്ടും ഒരുമിച്ച് പറയാൻ കാരണം. അപ്പോൾ നോക്കൂ, ഈ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുക. അപ്പോൾ പാപങ്ങൾ പറ്റിപ്പോയാൽ ഉടനെ തന്നെ ഖേദിച്ച് മടങ്ങുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് അറിവുകേട് നിമിത്തം പ്രത്യേകം പറയുന്നുണ്ടല്ലോ അവിടെ. യഅമലൂന സൂഅ ബിജഹാല, വിവരമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിലോ അതിൻ്റെ ഗൗരവം കൂടും കേട്ടോ. അറിഞ്ഞുകൊണ്ടൊരാൾ തെറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, ഇതിന് ശിക്ഷ കിട്ടുമെന്നറിയാം, മരിച്ചു പോയതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നറിയാം. പക്ഷെ അറിയുക എന്നുള്ളതും അതിൽ നിഷ്കളങ്കമായി വിശ്വസിക്കുക എന്നുള്ളതും രണ്ടും രണ്ടാണെന്നായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈമാനുള്ള ഒരാൾ എന്ത് ചെയ്യൂല? അയാൾ ഒരിക്കലും തെറ്റ് ചെയ്യൂല. ഈമാൻ കുറയുമ്പോഴാണ് അയാളിലേക്ക് എന്ത് കടന്നു വരുന്നത്? തെറ്റ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. ഒരാൾ ഒരിക്കലും വ്യഭിചരിക്കുകയില്ല. ലാ യസ്നി സാനി ഹീന യസ്നി, അവൻ വ്യഭിചരിക്കുന്ന നേരത്ത് വിശ്വാസിയായിക്കൊണ്ടൊരാൾ എന്ത് ചെയ്യൂല? വ്യഭിചരിക്കൂല. അള്ളാഹ് ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞ സംഗതി ചെയ്യൂല. കാരണം അവൻ്റെ ഈമാൻ ചോർന്നുപോയി ആ നിമിഷം. മോഷ്ടിക്കുന്ന ഒരാൾ, അന്യൻ്റെ സ്വത്ത് അന്യായമായി അപഹരിച്ചെടുക്കുന്ന ആൾ, ആ നേരത്ത് അവന് ഈമാനുണ്ടോ? ഈമാനില്ല. ഈമാനിൻ്റെ അടിത്തറകൾ എന്തൊക്കെയാണ്? അള്ളാഹുള്ള വിശ്വാസം, പരലോകത്തുള്ള വിശ്വാസം. അള്ളാഹ് അത് കാണുന്നുണ്ട് എന്നുള്ള ബോധ്യമുള്ള ഒരാൾ അത് എടുക്കുമോ? അള്ളാഹുവിനോട് മറുപടി പറയണ്ടേ? എത്ര മനുഷ്യന്മാരെ പറ്റിച്ചു പോകുന്നുണ്ട് അല്ലേ? സ്വത്തിൽ ഹറാമുകൾ കലർന്നു കൂടിയ ആൾക്കാരുണ്ട്. തിരിച്ചു കൊടുക്കാൻ പോലും കഴിയാത്ത വിധം തൗബ ചെയ്യുമ്പോൾ എന്താണ്? സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ആണെങ്കിൽ ആദ്യം സാമ്പത്തികമായ ഇടപാടുകളെ ദുനിയാവിൽ നിന്ന് കൊടുത്ത് വീട്ടിന് ശേഷം, പഠിച്ചോനെ ഞാൻ അവൻ്റെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, അതൊക്കെ കൊടുക്കണം. എന്നിട്ട് പഠിച്ചോനോട് എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. മറ്റു പാപങ്ങളെ പോലെയല്ല സാമ്പത്തികമായ ഇടപാടുകൾ. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടുന്ന് കഫീലിനെയും മറ്റുള്ള ആൾക്കാരെയൊക്കെ പറ്റിച്ച് പോന്ന് പിന്നെ ഇവിടെ എത്തിയിട്ടാണ് പിന്നെ ബോധോദയം ഉണ്ടായത്. എപ്പോഴാണ് ബോധോദയം ഉണ്ടായതെന്നോ? കഫീൽ മരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത അറിയുമ്പോൾ. ഇങ്ങനെ കൊടുക്കുക, എങ്ങനെ വീട്ടുക? ഇവിടെ വലിയ സമ്പന്നനായാൽ തന്നെ പലപ്പോഴും ചിലപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല? വീട്ടാൻ കഴിയും. ഇതൊക്കെ മനുഷ്യന്മാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാകുന്നു. എപ്പോഴാണ് ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ നാട് നീങ്ങുക എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളുടെ പല ത്വബക്കകൾ, ത്വബക്കാത്തു തവ്വാബീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ്റെ ഈ ആയത്തുകളിലൂടെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകൾ പല തലങ്ങളിൽ തെറ്റ് ചെയ്ത് അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്ത് എന്ന് പറഞ്ഞത് സൂറത്തുൻ നിസായിൽ ആദ്യമായി തന്നെ പറഞ്ഞു തുടങ്ങുന്നത് അറിവില്ലായ്മ നിമിത്തം, അജ്ഞത നിമിത്തം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ പിന്നെ അത് ബോധ്യപ്പെടുമ്പോൾ അതിൽ നിന്നവൻ ഖേദിച്ചു മടങ്ങുന്നതിനെ കുറിച്ചാണ് എന്നാണ്. അപ്പോൾ നോക്കൂ, ആ ആയത്തൊന്ന് ഓതി നോക്കൂ. ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. ഇനി ആർക്കാണ് പശ്ചാത്താപം ലഭിക്കാതെ പോവുക? അതും അള്ളാഹു പറയുന്നത്. അള്ളാഹ് തൗബ സ്വീകരിക്കാതിരിക്കാരുടേതാണ്. വലൈസത്തി തൗബ,
തൗബ അല്ല. ആർക്കുള്ളതല്ല? ലില്ലദീന യഅമലൂന അസ്സയ്യിആതി ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്. കേട്ടോ, ആർക്കെങ്കിലും മരണമാസന്നമാവുക, മരണമാസന്നമായ സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു? തെറ്റുകളിങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുന്നതിനിടയിൽ മരണം വന്നെടുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്നവർക്കുള്ളതല്ല എന്ത്? തൗബ. ആ സന്ദർഭത്തിൽ അവൻ പറയും, ഖാല ഇന്നി തുബ്തുൽ ആൻ. ആ മരണസമയത്ത്, മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്ന സന്ദർഭത്തിൽ ഞാനിതാ തൗബ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവെ നിന്നിലേക്ക് അനുദപിച്ച് മടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന ആൾ, അങ്ങനെയുള്ളവർക്കല്ല എന്ത്? പശ്ചാത്താപം. പശ്ചാത്താപം എന്നുള്ളത് ഇങ്ങനെ പറയുന്നവർക്കല്ല. തെറ്റുകൾ ചെയ്യുകയും ഹളറ അഹദഹുമുൽ മൗത്ത്, അവരിൽ ആർക്കെങ്കിലും മരണം ആസന്നമായി, ഹാജരായി, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഖാല ഇന്നി തുബ്തു അൽ ആൻ, ഈ നേരത്ത് ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നവർക്കുള്ളതല്ല മരണം, തൗബ. പിന്നെയോ വലല്ലദീന യമൂതൂന വഹും കുഫാർ, ഇങ്ങനെയുള്ളവർക്കുമല്ല. വലല്ലദീന യമൂതൂൻ, അങ്ങനെ അവർ മരിച്ചു പോകുന്നു, വഹും കുഫാർ, എങ്ങനെ? സത്യനിഷേധികളായി, കുഫാറുകളായി മരിച്ചു പോകുന്ന ആളുകൾക്കുമുള്ളതല്ല എന്ത്? തൗബ. എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്തരക്കാരായ ആളുകളുടെ പശ്ചാത്താപം സ്വീകരിക്കില്ല. അവിശ്വാസികൾ തൗബ ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അതേപോലെ തന്നെ ആസന്ന മരണനായ ഒരാളുടെ തൗബയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. മരണമാസന്നമായ മരണം തൊണ്ടക്കുഴിയിലെത്തിയ സന്ദർഭത്തിലാണ് നമ്മുടെ ഫിറൗന അവറുകൾ തൗബ ചെയ്തത്. ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വാന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ട ആളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ തൗബ അള്ളാഹു സ്വീകരിക്കുമോ? അള്ളാഹു അതിന് മറുപടി പറഞ്ഞ എന്താണെന്നോ? ആൽ ആന, ഈ നേരത്താണോ നിന്റെ വിശ്വാസം? അപ്പം മരിക്കുന്നതിന് മുമ്പ്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയുടെ തൗബ സ്വീകരിക്കും. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. യുഗർഗിർ, ഗർഗറ എന്ന് പറയുന്നത് എന്താ? ആ ശബ്ദം തന്നെ. മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോഴുണ്ടാകുന്ന ഗർഗറത്ത്, ആ അവസാന ചക്രശ്വാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. ആ നേരത്തൊരാൾ അള്ളാഹുവിലേക്ക് മടങ്ങിയത് കൊണ്ട് അതിന് ഫലമില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. അതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ സജ്ജരാക്കി നിർത്തണം. പാപവിമുക്തി നേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അനുദപിച്ച് മടങ്ങിക്കൊണ്ട് അവനോട് നിഷ്കളങ്കമായി പാപമോചനം തേടിക്കൊണ്ട് നമ്മൾ മരണത്തെ വരിക്കണമെന്നാണ് ഇസ്ലാം നമ്മെ അനുശാസിക്കുന്നത്, വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അങ്ങനെ തൗബ ചെയ്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവൻ്റെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗബയെക്കുറിച്ച് വന്ന ഹദീസുകൾ നിരവധിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം തൻ്റെ അടിമയിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നത് എന്താ? അള്ളാഹിനെ ഓർത്തിട്ട് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ നിന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. നോക്കൂ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഉണ്ടാവും? ഇല്ല. കാരണം പ്രവാചക ജീവിതത്തിൽ തെറ്റുകൾ വരുന്നതിൽ നിന്ന് പ്രവാചകനെ ആര് സംരക്ഷിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. അതുകൊണ്ടാണ് എല്ലാ മുർസലുകളും മഅസൂമകളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. പാപത്തിൽ നിന്ന് സുരക്ഷിതരാണ് ആര്? പ്രവാചകന്മാരെല്ലാം. ഇനി എങ്ങാനും പാപം ഒരു തെറ്റാണെന്ന് തോന്നുന്ന കാര്യം അവരിൽ പറ്റിപ്പോവുകയാണെങ്കിൽ ഉടനെ ആര് ഇടപെടുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ വന്ന ഒരു ചുളിവ് നിവർത്താൻ സൂറ അബസയിൽ 10 ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് ഇറക്കിയത്. എന്തേ സംഭവിച്ചിട്ടുള്ളൂ? നെറ്റിയിൽ ചെറിയൊരു ചുളിവ്.
തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനുജനൻ അല്ലിംനി മിമ്മ അല്ലമക്കല്ലാഹു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾക്ക് അള്ളാഹ് പഠിപ്പിച്ചു തന്ന ഖുർആനിൽ നിന്ന് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് വരികയാണ്. നബി ആ സന്ദർഭത്തിൽ ഖുറൈശികളിലെ പ്രമുഖന്മാരും പ്രമാണിമാരുമായി ഒരു സീരിയസ് ടോക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണ് കാണാത്ത അദ്ദേഹത്തിന് അറിയില്ല ആരാണ് നബിയുടെ സദസ്സിലുള്ളത്, എത്ര സീരിയസ് ആയ ഒരു കാര്യമാണ് റസൂൽ ഡീൽ ചെയ്യുന്നത്, ഇത് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം കടന്നു വരികയാണ്. അല്ലിന്നി മിമ്മ അല്ലമക്കല്ലാഹു യാ റസൂലല്ലാഹ്. റസൂലിന് തോന്നി ഈ നേരത്ത് വരണ്ടില്ലായിരുന്നു. ചെറിയൊരു നീരസം ആ തോന്നലുണ്ടാകുമ്പോൾ ഈ ചുളിവ് വരെ ആര് ശ്രദ്ധിച്ചു? അല്ലാഹു. എൻ്റെ ഹബീബായ റസൂലിൻ്റെ മുഖം ഒരാളുടെ നേരെ തിരിച്ചു വെക്കുകയാണെങ്കിലും അത് പ്രസന്നമായിരിക്കണം, അവിടെ ഒരു ചുളിവ് പോലും വരാൻ പാടില്ല. അബസ വതവല്ലാ അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. അവിടുന്ന് അങ്ങോട്ട് സൂറ അബസയിലെ 10 ആയത്ത് ഈ വിഷയത്തിൽ ഇറങ്ങിയത്. അന്ധനായ ആ സഹാബി വന്നപ്പോൾ അവൻ മുഖം ചൊളിച്ചു എന്നാണ് പറയുന്നത്. ആര്? മറ്റാളുകൾ വന്നപ്പോഴോ നിങ്ങൾ അവരെ പരിഗണിച്ചു, ഇദ്ദേഹത്തെ നിങ്ങൾ അവഗണിച്ചു കൊണ്ടുപോയി മുഖം ചുളിച്ചു എന്നാണ്. തിരുത്തി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. ഇത് ഖുർആനിൽ ഇപ്പോഴും നമ്മൾ ഓതുന്നതല്ലേ? നോക്കൂ നിങ്ങൾ, 4 ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ ആക്ഷേപിക്കാനിടയാകുന്ന ഒരു കാരണം നമ്മുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ മുഖേന ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ അയാളെ കാണുമ്പോൾ നമ്മുടെ മനസ്ഥിതി എന്തായിരിക്കും? ആ പഹയം വരുന്നുണ്ട്, അന്ന് തന്നെ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ വഷളായിട്ടുണ്ട് എന്നല്ലായിരിക്കും. അങ്ങനെ ഒരു മനസ്ഥിതി ആകൂലേ? പക്ഷേ പ്രവാചകൻ നോക്കൂ നിങ്ങൾ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ പൂർവോപരി പരിഗണിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ആ സംഭവം ഒക്കെ നബി ഓർക്കുകയാണ്. മർഹബൻ, വെൽക്കം പറയാണ്. ആർക്ക്? ലിമൻ ആതബനി ഫീഹി റബ്ബി, എൻ്റെ റബ്ബ് ആരുടെ കാര്യത്തിലാണോ കാരണത്തിലാണോ എന്നെ ആക്ഷേപിക്കാൻ ഇടയായത്, വെൽക്കം, വരൂ. അത് ഓർത്തുകൊണ്ട് തന്നെയാണ് നബി പറയുന്നത്, നിങ്ങൾക്ക് സ്വാഗതം. നമുക്ക് മനുഷ്യന്മാർക്ക് സാധാരണക്കാർക്ക് അങ്ങനെ ചെയ്യാനാകുമോ? എന്തായാലും ഒരു നീരസം പിന്നീട് ഉണ്ടാവില്ലേ? പിന്നെയും നമ്മൾ നെറ്റികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചുളിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെ നെറ്റികൾ വീണ്ടും ചുളിഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ റസൂൽ അദ്ദേഹത്തിന് പ്രവാചകൻ മദീനയിൽ ഇല്ലെങ്കിൽ അവിടുത്തെ ഇൻചാർജ് ആരായിരിക്കും? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം. നേതൃത്വം നൽകുന്നു നിസ്കാരത്തിന്, മിമ്പറിൽ കയറി ഉപദേശിക്കുന്നു. പ്രവാചകന്റെ ഏറ്റവും അരുമ ശിഷ്യനായി ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള മാറ്റങ്ങൾ ശരിക്ക് അതാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിൻ്റെ സംസ്കാരം അതാണ് എന്നാണ്. അപ്പോൾ നോക്കൂ, വിശ്വാസികളിൽ അബദ്ധങ്ങൾ ഉണ്ടായാൽ അത് തിരുത്തിക്കൊണ്ട് അള്ളാഹുലേക്ക് അനുദപിച്ച് മടങ്ങുന്ന ഈ ഒരവസ്ഥയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി തുടർന്നുകൊണ്ട് പറയണം, യാ അയ്യുഹല്ലദീന ആമനൂ ഉലൈക അഅ്തദ്നാ ലഹും അദാബൻ അലീമ. ആയത്ത് സമാപിക്കുന്നത് അങ്ങനെയാണല്ലേ? ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മരണം തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ തൗബക്ക് കാത്തു നിൽക്കുന്ന ആളുകൾ, അവിശ്വാസികളായി മരിച്ചു പോകുന്ന ആളുകൾ, അവർക്കെന്താണുള്ളത്? ഉലായിക്ക, അത്തരക്കാരായ ആളുകൾ, അഅ്തദ്നാ ലഹും, അവർക്ക് നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അഅ്തദ്നാ, നാം അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷയാകുന്നു നാം അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി വിശ്വാസി സമൂഹത്തെ ഒന്നടങ്കം അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ യഹില്ലു ലക്കും, നിങ്ങൾക്ക് ഹലാലാവുകയില്ല. എന്ത് ഹലാലല്ല? അൻ തരിസുൻ നിസാഅ കർഹൻ എന്നാണ്. ബലാത്കാരമായി സ്ത്രീകളെ അനന്തര സ്വത്തായി ഏറ്റെടുക്കുന്ന സമ്പ്രദായം. സ്വത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അനന്തരം എടുക്കുന്നുണ്ട് അല്ലേ? അത് നേരത്തെ നമ്മൾ വിശദീകരിച്ചു.
ഇനി സ്ത്രീകളെ അനന്തര സ്വത്തായി അതും ബലാത്കാരമായി ഏറ്റെടുക്കുന്ന സമ്പ്രദായം നിങ്ങൾക്കൊരിക്കലും അനുവദനീയമല്ല. ഇതെങ്ങനെ ഒരു പ്രത്യേകമായ ആയത്ത് അവതരണമാകാനുള്ള അതിൻ്റെ അവതരണ പശ്ചാത്തലം, ജാഹിലിയ കാലത്ത് അവരെന്ത് ചെയ്തിരുന്നു? അവർ വിവാഹം കഴിച്ച സ്ത്രീകൾ സമ്പന്നരാണ് എങ്കിൽ ആ സമ്പത്ത് അവർക്ക് തന്നെ കിട്ടണമെന്ന് മോഹിച്ചുകൊണ്ട് ഇനി വേറെ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ അവർ ഉദ്ദേശിക്കുകയാണെങ്കിലും എന്ത് ചെയ്യും? ഭാര്യമാരെ എങ്ങനെ കല്യാണം കഴിക്കും. ജാഹിലിയ കാലത്ത് തന്നെ കഴിയും കണക്കൊന്നുമില്ലല്ലോ. ഇസ്ലാമാണ് അതിനെന്ത് ചെയ്തത്? പരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഭാര്യമാരുടെ എണ്ണത്തിൽ. അപ്പോൾ ജാഹിലിയ കാലത്തെ അപേക്ഷിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷയും സംരക്ഷണവും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സമ്പന്നകളായ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ടാകും, വേറെയും കല്യാണം കഴിക്കാൻ അവർക്ക് മോഹമുണ്ടാകും. അപ്പോൾ അവർ എന്ത് ചെയ്യുമെന്നോ, ആദ്യം കല്യാണം കഴിച്ച സമ്പന്നകളായ സ്ത്രീകളുമായുള്ള സഹവാസം അവർ അവസാനിപ്പിച്ച് വേറെ കല്യാണങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ ഭാര്യമാരോ അവർക്ക് ഇങ്ങനെ പെൻഡിങ്ങിൽ അവർ നിർത്തുന്ന ഒരു സമ്പ്രദായമായിരുന്നു. എന്നാൽ അവരെ വിവാഹമോചനം ചെയ്ത് ഒഴിവാക്കി അവർക്ക് വേറൊരു ഭർത്താവിനെ സ്വീകരിക്കാനുള്ള സാഹചര്യം നൽകുമോ? അതുമില്ല. കാരണം എന്താ? സമ്പത്ത് അവർക്ക് കിട്ടണം. അപ്പോൾ നിങ്ങളങ്ങനെ സ്ത്രീകളെ എന്ത് ചെയ്യാൻ പാടില്ല? അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹല്ലു ലക്കും. ഇനി വിശ്വാസി സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു സമ്പ്രദായം കടന്നു വരേണ്ടതില്ല. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സകലമാന ആചാര വൈകൃതങ്ങളും ഇസ്ലാം പഠിപ്പിച്ചതല്ല, പുറത്തുനിന്ന് വരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലുള്ള ആചാര വൈകൃതങ്ങളാകട്ടെ അനാചാരങ്ങളാകട്ടെ എവിടുന്നാണ് കടന്നു വരുന്നത്? പുറത്തുനിന്ന് കടന്നു വരും. ഇത് ആരാ ഉണ്ടാക്കുന്നത്? അതും സ്വാർത്ഥംബരികളായ ഈ സമൂഹത്തിലെ ആളുകളാണ്. മതത്തിൻ്റെ പേരിലും പുതിയ പുതിയ സംഗതി ഉണ്ടാക്കും. അവർക്കതൊരു പ്രൊഫഷനായിരിക്കും, അവരുടെ തൊഴിലായിരിക്കും. അപ്പോൾ ഈ തൊഴിൽ തേടി നടക്കുക, പുതിയ പുതിയ പ്രൊഫഷൻ ഉണ്ടാക്കുക എന്നുള്ളത് തൊഴിലില്ലാത്ത ആൾക്കാരുടെ പണിയാണ്. അത് സമൂഹത്തിൽ ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ സമൂഹത്തെ വഴികേടിലേക്കും അധർമ്മങ്ങളിലേക്കും നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തിലാണ് ചേക്കേറി വരുന്നത്. ഇപ്പോൾ വിവാഹത്തിൻ്റെ ദിനത്തിൽ നമ്മൾ കാണുന്ന അത്യാചാരങ്ങളും വേണ്ടാത്തരങ്ങളും ആഡംബരവും ധൂർത്തും കോപ്രായങ്ങളും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അന്തസ്സുള്ള ഒരു സമൂഹത്തിന് ചേരാത്ത പലതും ഇങ്ങനെ കൊണ്ടുവരുന്നത്. ആരാ കൊണ്ടുവരുന്നത്? അപ്പം ഇന്നലെ നടന്നൊരു വിവാഹത്തിൽ ഞാനതിൽ പങ്കെടുത്തിട്ടില്ല, പങ്കെടുത്ത ആളുകൾ പറഞ്ഞു നമ്മളാകെ പിടുത്തം വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റേജിലേക്ക് മണവാളനും മണവാട്ടിയും പരസ്യമായി വരുന്ന ഒരു രീതി സാർവത്രികമായുണ്ട്. അത് അന്തസ്സായി ചിലപ്പോൾ നിന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകുന്നതായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടണം, അങ്ങോട്ടും ഇങ്ങോട്ടും ബൊക്ക കൈമാറണം, മഹർ കെട്ടിക്കൊടുക്കലൊന്നുമല്ല. എന്നിട്ട് പരസ്യമായി എന്ത് ചെയ്യുന്നു? അവർ സ്റ്റേജിൽ നിന്ന് എല്ലാവരും കാണുക, അവർ ചുംബിക്കുന്നു. ഇനി മണിയറിയൊന്നും വേണ്ട, സ്റ്റേജിക്കാണ് കയറിയാൽ മതി. ആ കൊലത്തിലായി വരുന്നു. അപ്പോൾ ആരതാക്കുന്നത്? ഫോട്ടോഗ്രാഫർമാർ പറയാണ്. എന്നിട്ട് അതുവരെ മണവാട്ടിയുടെ തലയിൽ തട്ടിട്ട് മൂടിയിട്ട് ഇത് കുറച്ച് അതവ് കൂടിയിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുക. വരുമ്പോൾ ആകെ തല പൊതിച്ച് മൂടിയിട്ട് ഉണ്ടെന്നില്ല നിലക്ക്. പിന്നെ അവിടെ സ്റ്റേജിൽ എത്തുമ്പോൾ ഇത് പൊക്കിയിട്ടാണ് ഈ കോപ്രായങ്ങൾ മുഴുവൻ കാട്ടിക്കൊടുക്കുക. ഇതാരെ പറയുന്നതെന്നോ? ഫോട്ടോഗ്രാഫേഴ്സ് പറയാണ്. അങ്ങനെ നിൽക്കി, ഇങ്ങനെ നിൽക്കി, കെട്ടിപ്പിടിച്ചതായിട്ടില്ല, അടുത്ത് നിൽക്കി. എന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ ഈ സമൂഹം എന്തൊരു വൃത്തികേടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ അനാചാരങ്ങളും ഇത്തരം ആഭാസങ്ങളൊക്കെ കടന്നു വരുന്നതാണ്. ഫോട്ടോഗ്രാഫേഴ്സിന് അഥവാ നിങ്ങളുടെ ഈ നല്ല മുഹൂർത്തങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ ഓർക്കണമെങ്കിൽ ഫോട്ടോ എടുത്താൽ പോരെ? നിങ്ങൾ കൂലി കൊടുത്തു വാങ്ങി നിശ്ചയിക്കുന്ന കൂലിക്കാരല്ല അവർ പറയുന്നതിനനുസരിച്ച് തുള്ളാനുള്ളവരാണോ നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ടവരല്ലേ? അപ്പോൾ ഓലൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാക്കാൻ പറ്റൂല. നാണം ലജ്ജ എന്നുള്ളൊരു സംഗതി നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്. എന്നിട്ട് ഇന്നലത്തെ കേസിൽ പറഞ്ഞ എന്താണെന്നോ, പുതിയാപ്പകൾക്ക് എന്തൊക്കെ ഒരു ചമ്പലുണ്ടായിരുന്നു.
പുതിയെണ്ണ് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് കൊടുക്കുകയാണെന്നാണ്. ഇതിൽ പെണ്ണുങ്ങൾക്കാണല്ലാതെ പോകുന്നത്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇത് ദീനിൻ്റെ ഒരു കാര്യമാണ്. എന്ത് വിവാഹം എന്നുള്ളത് ദീനല്ലേ? വിവാഹം എന്നുള്ളത് ദീൻ പറഞ്ഞൊരു കാര്യമല്ലേ? അവിടെ ദീനല്ലേ ഉള്ളത്? അവിടെ ദീനിൻ്റെ എല്ലാ സംഗതികളും ചോർന്നു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ടീം മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവർ ഇന്ന സമയത്ത് ഇന്ന മുഹൂർത്തത്തിലാണ് അവരുടെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് വളരെ വൃത്തിയായി അച്ചടക്കത്തോടുകൂടി അന്തസ്സോടുകൂടി അവരുടെ കർമ്മങ്ങൾ എന്താണോ ആ കർമ്മങ്ങൾക്കനുസരിച്ച് അവർ നിശ്ചയിച്ച കാർമ്മികൻ അത് ചെയ്യുന്നു. അത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയായിരിക്കും. നമ്മളൊരു നിക്കാഹ് നടക്കുന്ന സദസ്സിൻ്റെ കോലങ്ങൾ ആലോചിച്ച് നോക്കി. 11 മണിക്ക് നിക്കാഹ് പറഞ്ഞാൽ 12:30ക്കാണ് പുതിയാപ്പിള വരിക. അതെങ്ങനെയാണ് വരിക? ജെസിബിൻ്റെ കൊട്ടയിൽ ഈ കൊല്ലത്തിലാണ് വരുന്നത് അല്ലേ? സമയനിഷ്ഠ എന്നുള്ളത് 5 നേരം പരിശീലിക്കുന്ന ഒരു ഉമ്മത്താണിത്. 1 മാസക്കാലം സമയനിഷ്ഠയുടെ കാര്യത്തിൽ ട്രെയിനിങ് കിട്ടുന്ന ഒരു ഉമ്മത്താണിത് അല്ലേ? നോമ്പ് തുറക്കുമ്പോഴും അതുപോലെ തന്നെ അത്താഴത്തിൻ്റെ നേരത്തും. അന്ന് എന്തായിരിക്കും വാച്ചുക്കുള്ള നോട്ടൊന്നും. ഇത് ശരിക്ക് ഈ ടൈം മാനേജ്മെൻറ്റ് ശരിക്ക് ഈ ഉമ്മത്തിനെ അതിൻ്റെ വിലയും നിലവാരവും പഠിപ്പിക്കാനുള്ള വിവാദത്തുകൾ കൂടിയാണത്. അത് നമ്മൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല, നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൂടി ശ്രദ്ധിക്കണമെന്ന് പറയാണ്. ഇവിടെ പറയുന്നതെന്നോ സ്ത്രീകളുടെ നേർക്കുള്ള സ്ത്രീകളുടെ അവകാശങ്ങളെ അവരെ അവഗണിക്കുക, അവരെ ഇന്ന് മൊത്തത്തിൽ ലോകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണെന്ത്? സ്ത്രീകൾക്ക് നേരെയുള്ള കുതിരകയറ്റം, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുക, തൊഴിലിടങ്ങളിൽ അവരെ അപമാനിക്കുക, അപകീർത്തിപ്പെടുത്തുക, അവർക്ക് അവരുടെ മാന്യതയും കുലീനതയും അവരുടെ ചാരിത്ര്യവും പാതിവൃത്യവും സംരക്ഷിക്കാനുള്ള അവകാശങ്ങൾ പോലും കവർന്നെടുക്കുന്ന വിധത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്ന യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹ, സ്ത്രീകളെ ബലാത്കാരമായി അനന്തരാവകാശ സ്വത്തായി എടുക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല. പഠിച്ചോനത് ഹലാലാക്കുന്നില്ല. ജാഹിലിയ കാലത്ത് അങ്ങനെയായിരുന്നു. കയറില്ലാതെ കെട്ടിട എന്ന് പറയില്ല നമ്മൾ. വിവാഹമോചനം ചെയ്യൂല, എന്നാലോ ആ സ്ത്രീ സാധു സ്ത്രീൻ്റെ സ്വത്ത് സാമ്പത്തിക സംഗതികളൊക്കെ ഇയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കും. ഒരു ഭർത്താവ് എന്ന നിലക്ക് ഒരു സ്ത്രീക്ക് കിട്ടേണ്ട ഒരു അവകാശങ്ങളും നൽകാതിരിക്കുക ഭർത്താക്കന്മാർ. ഇത്തരം കാര്യങ്ങൾ അതിനെയാണ് വിശുദ്ധ ഖുർആൻ അതിശക്തമായി ഇവിടെ നമ്മെ ഉണർത്തുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. പിന്നെ നോക്കൂ, വലാ തഅ്ളുലൂഹുന്ന, നിങ്ങൾ ഒരിക്കലും അവരെ മുടക്കിയിടുകയും ചെയ്യരുത്. അല്ല എന്ന് പറഞ്ഞാൽ മുടക്കിയിടുക. അവരെ ലിതദ്ഹബൂ ബിബഅദി മാ ആതൈതുമൂഹുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ, അപ്പം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സാമ്പത്തികമായ വല്ലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്, അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അവരെ ഇങ്ങനെ ബലാത്കാരമായി അനന്തരാവകാശ സ്വത്തായി വെക്കാൻ പാടില്ല. ഇല്ല അൻ യഅതീന ബിഫാഹിശത്തിൻ മുബയ്യിന, വ്യക്തമായ എന്തെങ്കിലും തിന്മ അവർ ചെയ്താലൊഴികെ. ഫാഹിശത്തുൽ മുബയ്യിന എന്ന് പറഞ്ഞാൽ വ്യഭിചാരം പോലെയുള്ള എന്തെങ്കിലും തിന്മകൾ അവർ ചെയ്താലൊഴികെ എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഒരു 10 മിനിറ്റ് മുമ്പ് ഇന്ന് ക്ലാസ് നിർത്തേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഈ സന്ദേശങ്ങളെ, ഉപദേശങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള മഹാ തൗഫീഖ് അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി പറ്റിപ്പോകുന്ന തെറ്റുകൾ റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ പൊറുക്കേണമേ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സമാധാനവും പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം.
വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.